പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ചക്രവർത്തിയാൽ കൊല്ലപ്പെട്ട വിശ്വാസമുള്ളൊരു പിതാവിന്റെ കൊച്ചുമകൻ അവനായിരുന്നു മോർ ഗീവർഗീസ്. വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെട്ട ഒരു പിതാവിന്റെ മകൻ. അവൻ ആ വിശ്വാസത്തിലാണ് വളർന്നത്. 4 വയസ്സുള്ള ഗീവർഗീസിനെയുമായി മാതാവ് തന്റെ സ്വന്തം പട്ടണമായ പാലസ്തീനിലേക്ക് കടന്നുപോയി. അവൻ കണ്ടു പഠിച്ചത്, അവൻ കേട്ട് പഠിച്ചത് വിശ്വാസത്തിന്റെ തീഷ്ണതയുള്ള ഒരു അമ്മയെ കണ്ട് കേട്ടവൻ വളർന്നു. വിശ്വാസം അവരുടെ ഹൃദയത്തിൽ വേരൂന്നി ദൈവത്തിന് വേണ്ടി ജീവിച്ചു. കേവലം 20-ാമത്തെ വയസ്സിൽ സൈന്യത്തിൽ ജോലി കിട്ടിയെങ്കിലും ഒരു കാര്യം മറന്നില്ല, അവൻ ആരാധിക്കുന്ന ദൈവത്തെ പാടി സ്തുതിക്കുവാൻ. അവൻ 3 നേരം ഔദ്യോഗിക തിരക്കിനിടയിലും ദൈവത്തിന്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. തന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് അത് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. തന്റെ അരുമനാഥനായ യേശു തമ്പുരാൻ പറഞ്ഞ വാക്യങ്ങൾ ജീവിതത്തിൽ പാലിച്ച ഒരു വ്യക്തിത്വം. ചുരുക്കത്തിൽ വിശ്വാസത്തിന്റെ തീഷ്ണതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മോർ ഗീവർഗീസ്. രാജാവ് കൽപ്പിച്ചു, രാജ്യത്തെ ദേവനായ അപ്പോളോ ദേവനെ നീ ആരാധിച്ചാൽ രാജ്യത്ത് കൽപ്പനകൾ പുറപ്പെടുവിച്ചു. എല്ലാവരും റോമ ദേവനായ അപ്പോളോ ദേവനെ നമസ്കരിക്കണം. ഈ രാജകൽപ്പന ഗീവർഗീസ് കേട്ടു. വേണമെങ്കിൽ രാജാവിന്റെ കൽപ്പന അനുസരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സൈന്യത്തിന്റെ അധിപനായി രാജാവ് അവന് വാഗ്ദാനം ചെയ്തു, രാജ്യത്തെ 2ാമനായി ഞാൻ നിന്നെ ഉയർത്താം, ധാരാളം സമ്പത്തും മുതലുകളും ഞാൻ നിനക്ക് നൽകാം. ഒത്തിരി വാഗ്ദാനങ്ങൾ നടത്തിയിട്ടും ആ വാഗ്ദാനങ്ങളൊന്നും മങ്ങിപ്പോകാതിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ തീഷ്ണതയായിരുന്നു. രാജ്യത്തെ 2ാമൻ എന്ന പദവി വേണ്ടെന്ന് വെച്ചു, സ്വന്തം ജീവൻ പോലും വേണ്ടെന്ന് വെച്ചു. രാജകൊട്ടാരത്തിൽ കടന്നു ചെന്ന് ധീരതയോടെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഐ എം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്റെ ദൈവത്തെ അല്ലാതെ ഞാൻ ആരെയും ആരാധിക്കില്ല. രാജാവ് വീണ്ടും വീണ്ടും പ്രലോഭനങ്ങൾ കൊടുത്തു, ഒത്തിരി മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എന്റെ അനശ്വരനായ പിതാവിനെ അല്ലാതെ, എന്റെ ജീവനുള്ള ദൈവത്തെ അല്ലാതെ ഞാൻ ആരാധിക്കില്ല. പ്രിയമുള്ള, ഇതാണ് വിശ്വാസത്തിന്റെ തീഷ്ണത. സ്വന്തം ജീവൻ പോയാലും ദൈവത്തെ തള്ളിപ്പറയുന്നില്ലെന്ന് പറഞ്ഞ മോർ ഗീവർഗീസ്. പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒന്ന് ചോദിക്കണം, എന്റെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ തീഷ്ണത ഉണ്ടോ എന്ന്. 2ാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തിന്മയ്ക്കെതിരെ പോരാടുന്ന മോർ ഗീവർഗീസ്. സമൂഹത്തിൽ നിലനിന്നിരുന്നതായി തിന്മയ്ക്കെതിരെ പോരാടിയ മോർ ഗീവർഗീസ്. പ്രിയമുള്ളൊരു സെലീന എന്ന് പറഞ്ഞ പട്ടണം മാന്ത്രിക ശക്തിക്ക് അടിമപ്പെട്ട ഒരു പട്ടണമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മാന്ത്രികന്മാർ ഒത്തിരി താമസിച്ചിരുന്ന, മാന്ത്രിക ശക്തിയിൽ വിശ്വസിച്ചിരുന്ന പട്ടണം. ആ പട്ടണത്തില് ശുദ്ധ തടാകത്തിൽ ഒരു വ്യാളി, ഘോര സർപ്പം അത് വിലസിയിരുന്നു. മൃഗങ്ങളെ മുഴുവനും കൊന്നൊടുക്കി ഒടുവിൽ ഓരോ പ്രജകളെ കൊടുക്കേണ്ട, അതിനും തീറ്റിയായി കൊടുക്കേണ്ട, ഭക്ഷണമായി കൊടുക്കേണ്ട സന്ദർഭം വന്നു. രാജ്യത്തെ കന്യകമാരെ കൊടുക്കുവാൻ അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് തീരുമാനമെടുത്തു. നെറുക്കിടുന്നതിനനുസരിച്ച് ആർക്കാണോ നെറുക്ക് വീഴുന്നത് അവർ വ്യാളിക്ക് ഭക്ഷണമായി തീരും. പ്രിയമുള്ളവർ, അന്ന് നെറുക്കി വീണത് സെലീന പട്ടണത്തിലെ രാജകുമാരിക്ക്. രാജകുമാരിയെ ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഗീവർഗീസ് തന്റെ രാജ്യാതിർത്തിക്കുള്ള പ്രദേശത്ത് നടക്കുന്ന ഈ തിന്മ ഗീവർഗീസ് അറിഞ്ഞുകെട്ട് അവിടെ കടന്നു ചെന്ന് വിശുദ്ധ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ എഴുതി വെച്ചു. അദ്ദേഹം തന്റെ ശരീരത്ത് കുരിശു വരച്ചു, സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. തന്റെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് വ്യാളിയുടെ വായിൽ കുത്തി കയറ്റി
തന്റെ അരയിൽ തിരികെയിരുന്ന വാളെടുത്ത് വ്യാളിയുടെ വാല് അറുത്ത് വ്യാളിയെ കൊന്ന് ആ പട്ടണത്തെ മാന്ത്രിക ശക്തിയിൽ നിന്നും ഘോര സർപ്പത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചു. പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നത് അന്ന് 1400 കുടുംബങ്ങൾ മന്ത്രവാദം വിട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ദൈവത്തെ ജീവനുള്ള രക്ഷിതാവായി സ്വീകരിച്ചു. അത് തിന്മയ്ക്കെതിരെ പോരാടിയ മോർ ഗീവർഗീസ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സമൂഹത്തിൽ തിന്മകൾ കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുന്നവരാണോ എന്ന് ചിന്തിക്കണം. ഏത് തിന്മകൾ കണ്ടാലും അതിനെതിരെ വിരൽ ചൂണ്ടുന്നവരായി തിന്മയ്ക്ക് വശംവദരാകാതെ നന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളായി തീരുവാൻ മോർ ഗീവർഗീസിന്റെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്, സാക്ഷ്യമുള്ള ഒരു മരണം. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ചരിത്രം പറയുന്നത് ഒരു പീഡനമല്ല ഗീവർഗീസിനെ ഏൽപ്പിച്ചത്, 7 പീഡനങ്ങളിൽ കൂടി അദ്ദേഹത്തെ കടത്തിവിട്ടു. 7 പീഡനം. ഞാൻ വായിച്ചിരിക്കുന്നത് ഗീവർഗീസിനെ നിലത്ത് കുഴി കുഴിച്ച് അതിന്റെ ഉള്ളിലിട്ട് മണ്ണിട്ട് മൂടി 3 ദിവസം കഴിഞ്ഞപ്പം ഡയോക്ലീഷ്യൻ ചക്രവർത്തി പടയാളികളോട് പറഞ്ഞു, കുഴി തുറന്നു നോക്ക്. 3 ദിവസം മണ്ണിന്റെ ഉള്ളിൽ കിടന്നിട്ടും ഗീവർഗീസിന്റെ ജീവൻ പോയില്ല. സ്വർഗത്തിലെ മാലാഖമാർ ഗീവർഗീസിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അവൻ ജീവനോട് പുറപ്പെട്ടു വന്നു. പ്രിയമുള്ളവരെ, വീണ്ടും അദ്ദേഹത്തെ കാലിൽ ഇരുമ്പ് ചെരുപ്പിടിവെച്ചുകൊണ്ട് അഗ്നിക്കുള്ളിൽ നിർത്തി അവന്റെ നെഞ്ചത്ത് വലിയ ഭാരമുള്ള കല്ലുരുട്ടി വെച്ചു. കാരാഗ്രഹത്തിന്റെ വാതിലടച്ചു. 3-ാമത്തെ ദിവസം കടന്നു ചെന്നപ്പോ സുസ്മേരവദനായിരിക്കുന്ന ഗീവർഗീസ് ഇതെല്ലാം കണ്ട് രാജ്യത്തെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തെ ഇതിനെല്ലാം കൂട്ടുനിന്ന രാജഭടന്മാരനേകർ ക്രിസ്ത്യാനികളായി മാറി. ഒടുവിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തി പറഞ്ഞു, നീ മന്ത്രശക്തി കൊണ്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. ദേശത്തെ മാന്ത്രികനെ വിളിച്ചു വരുത്തി. ദേശത്തെ മാന്ത്രികൻ കടന്നു വന്ന് മാരകമായ വിഷം ഗീവർഗീസിന് കൊടുത്തു. പക്ഷേ മാരകമായ വിഷം കഴിച്ചിട്ടും ആരും മരിച്ചില്ല. ഗീവർഗീസ് മരിച്ചില്ല. ഇത് കണ്ട് മാന്ത്രികൻ ആരെ സ്വീകരിച്ചു? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് തന്നെ വിചാരണ കൂടാതെ മാന്ത്രികന്റെ തലവെട്ടിക്കളഞ്ഞു ഡയോക്ലീഷ്യൻ ചക്രവർത്തി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു രാജകൊട്ടാരത്തിൽ. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ രാജ്ഞി അലക്സാണ്ടറ. അവൾ ഇതെല്ലാം കണ്ടു. മരിച്ചാലും കൊന്നാലും മരിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതകഥ കണ്ട് അലക്സാണ്ട്രിയ വന്ന് രാജാവിനോട് അർത്ഥിച്ചു, ഇനി അദ്ദേഹത്തെ കൊല്ലരുത്, അവനൊരു ദൈവ പുരുഷനാണ്. അലക്സാണ്ട്രയുടെ വാചകം കേട്ട് രാജാവ് ഞെട്ടിപ്പോയി. തന്റെ ഭാര്യ ഗീവർഗീസിനെ വക്കാലത്ത് പിടിക്കുകയോ? തന്റെ ഭാര്യ അലക്സാണ്ഡറയോട് ഡയോക്ലീഷ്യൻ ചക്രവർത്തി ചോദിച്ചു, നീയും ക്രിസ്ത്യാനിയാണിയോ? ആർ യു എ ക്രിസ്ത്യൻ? അലക്സാണ്ട്ര രാജ്ഞി ധീരതയോടെ മറുപടി പറഞ്ഞു, അതെ, ഞാനും ഐ എം എ ക്രിസ്ത്യൻ. ഞാനും ഗീവർഗീസിന്റെ ദൈവത്തെ ഞാനും സ്വീകരിച്ചു. കൊന്നാലും മരിക്കാത്തൊരു ഗീവർഗീസിന് ജീവനുള്ള ദൈവമുണ്ടെങ്കിൽ അവനെ ഞാനും സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, എന്റെ മകൾ രാജകുമാരിയും ആരെ സ്വീകരിച്ചു? യേശുവിനെ. പ്രിയമുള്ളവർ, രാജാവ് കോപാകുലനായി തന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് രാജ്ഞിയെയും അലക്സാണ്ടറയെയും മകളെയും കൊന്നുകളഞ്ഞു. ക്രിസ്ത്യാനി എന്നൊറ്റ കാരണം. പ്രിയമുള്ളവർ, ഒടുവിൽ ഗീവർഗീസ് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ അരുമനാഥനായ യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, ഇനി വയ്യ, ഇനി എന്റെ ആത്മാവിനെ നീ എടുക്കണം. അവൻ തല നീട്ടിക്കൊടുത്തു.
ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സേനാധിപന്മാര് അവന്റെ തലയറുത്തു. അവന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ സ്വർഗം തുറന്നുകൊടുത്തു. അവന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്നുകൊടുത്തു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ രാജസദസ്സിലുണ്ടായിരുന്ന അനേകര് ആരെ സ്വീകരിച്ചു? ക്രിസ്തുവിനെ സ്വീകരിച്ചു. മോർ ഗീവർഗീസിന്റെ മരണം പോലും സ്വർഗം ഒപ്പുവെച്ചു. ഗീവർഗീസിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. സ്വർഗം ഒപ്പുവെച്ചു. ഇത് കണ്ട പ്രദേശത്തെ അനേകര് പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ സ്വീകരിച്ചു. മാത്രമല്ല, ഗീവർഗീസിന്റെ രക്തം, നിഷ്കളങ്കമായ രക്തം റോമ മണ്ണിൽ വീണപ്പോ 15 വർഷങ്ങൾക്ക് ശേഷം അന്ന് വെസ്റ്റേൺ റീജിയൻ ഭരിച്ചിരുന്ന മാക്സിമിലന്റെ സേനാധിപൻ കോൺസ്റ്റന്റൈന്റെ മകൻ കോൺസ്റ്റന്റൈൻ രാജാവ് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനികൾക്ക് എന്ത് പ്രഖ്യാപിച്ചു? മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതുവരെയും ക്രൈസ്തവ പീഡനം നടമാടിക്കൊണ്ടിരുന്ന പ്രദേശത്ത്, റോമൻ പ്രദേശത്ത്, മാക്സിമിലന്റെ മകൻ കോൺസ്റ്റാന്റിനോപ്പിൾ, അവന്റെ മകൻ കോൺസ്റ്റന്റൈൻ രാജാവായി ഉയർത്തപ്പെട്ടപ്പോൾ അന്ന് വരെയും ക്രൈസ്തവർ അടിമപ്പെട്ടുകൊണ്ടിരുന്ന, ക്രൈസ്തവര് സഹിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ മതപീഡനം ആര് നിർത്തി? കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി നിർത്തലാക്കി. ഒരേ ഒരു കാരണം മാത്രം, മോർ ഗീവർഗീസിന്റെ രക്തം, നിഷ്കളങ്കമായ രക്തം, അദ്ദേഹത്തിന്റെ ജീവൻ റോമ മണ്ണിൽ പതിഞ്ഞപ്പോ പ്രിയമുള്ളവരെ തർത്തുല്യൻ പറഞ്ഞു, the blood of the martyr is the seed of the church. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. മോർ ഗീവർഗീസിന്റെ രക്തം റോമ മണ്ണിൽ വീണപ്പോ ക്രിസ്ത്യാനികൾ സ്വതന്ത്രരായി തീർന്നു. അവർക്ക് ആരാധന സ്വാതന്ത്ര്യം കിട്ടി. പ്രിയമുള്ളവരെ, ഗ്രേറ്റ് ബ്രിട്ടൻ ഗീവർഗീസിനെ വിശുദ്ധനായി, അവരുടെ രാജ്യത്തിന്റെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കോൺസ്റ്റന്റൈൻ ക്രൈസ്തവ മതത്തിനെല്ലാം സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പിന്നിൽ മോർ ഗീവർഗീസിന്റെ ജീവിതം, മോർ ഗീവർഗീസിന്റെ രക്തത്തുള്ളികൾ, മോർ ഗീവർഗീസിന്റെ ജീവിതം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മോർ ഗീവർഗീസ് സഹോദരന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കണം, മോർ ഗീവർഗീസിന്റെ വിശ്വാസം എന്റെ ജീവിതത്തിലുണ്ടോ? മോർ ഗീവർഗീസിനെ പോലെ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? മോർ ഗീവർഗീസിനെ പോലെ സാക്ഷ്യമുള്ള ഒരു മരണം, എന്റെ അന്ത്യം എങ്ങനെയായിരിക്കും? സ്വർഗം തുറന്ന് എന്നെ സ്വീകരിക്കുമോ? സ്വർഗത്തിന്റെ കിളിവാതിലുകൾ എന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ തുറക്കപ്പെടുകയോ? ചിന്തിക്കണം. ആ ഗീവർഗീസ് സഹോദരന്റെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മോർ ഗീവർഗീസ് സഹോദരന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാണ് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇന്നിവിടെ വരുന്നതിനും വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനും ദൈവം തിരുമനസ്സായതിൽ ദൈവത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ക്ഷണിച്ചത് ദിവംഗതനായ ആൻഡ്രൂസ് ചെറുപത്ര കോർപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛനെ ദൈവസന്നിധിയിൽ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ 6-ാം തീയതി നാളെ വിശുദ്ധ കുർബാന തിരുമേനി വന്ന് ചൊല്ലണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് 6-ാം തീയതി നെടുമ്പാശ്ശേരി പള്ളിയിൽ ഞാൻ കുർബാന ഏറ്റിട്ടുണ്ട് അച്ഛ, അതുകൊണ്ട് വേറെ തിരുമേനിമാരെ അച്ഛൻ ക്രമപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ചയാണല്ലോ 5-ാം തീയതി. അന്ന് 5-ാം തീയതി കഴിഞ്ഞ 8 നോയമ്പ് പെരുന്നാളിനും തിരുമേനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് ഞാൻ വിദേശത്തായിരുന്നതുകൊണ്ട് ഈ വർഷത്തെ ഗീവർഗീസ് പെരുന്നാൾ തീർച്ചയായും 6-ാം തീയതി വരാൻ പറ്റിയില്ലെങ്കിൽ 5-ാം തീയതി വന്ന് വിശുദ്ധ ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചാണ് ആൻഡ്രൂസ് ചെറുപത്ര കോർപ്പിസ്കോപ്പ അച്ഛൻ ഇതിനെ എന്നെ ക്ഷണിച്ചു. അച്ഛന്റെ ആത്മാവ് തീർച്ചയായും പർദീസയുടെ ഇമ്പങ്ങളിൽ ആനന്ദിക്കുന്നു. വിശുദ്ധ ത്രോണോസിൽ ബലി തുടരുന്നു. അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്ന പള്ളി ഭാരവാഹികൾ, ട്രസ്റ്റി, സെക്രട്ടറി,
എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന അനുഭവിക്കുന്നു.